എന്ന് വെച്ച് 390യുടെ പെർഫോമൻസ് ഇല്ലെന്നൊന്നും പറയാൻ സാധിക്കില്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു കോർണറിങ് എടുക്കുന്ന ടൈമാണ് ഇതിൻ്റെ ടയേഴ്സിൻ്റെ പെർഫോമൻസും ആ സോഫ്റ്റ് സസ്പെൻഷൻ്റെ രീതിയും മാറുന്നത്. പിന്നെ ഇതേപോലെ ആൾക്കാരൊക്കെ വന്ന് ഫ്രണ്ടിൽ നിന്ന് കയറുന്ന ടൈമും ബ്രേക്കിങ്ങിൻ്റെ കാര്യം. ഹായ് ഹലോ രക്സോലിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫാസ്റ്റസ്റ്റ് പൾസർ എന്ന് പറയുന്ന ബജാജിൻ്റെ NS400 ആണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി കൈൻഡ് ഓഫ് പെയിൻറ്റ് ഫിനിഷാണ് വരുന്നത്. ഒരു ബ്ലാക്കിൽ തന്നെ ഗ്രേ ആൻഡ് റെഡ് സ്റ്റിക്കർ വർക്ക്സ് വരുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റ് ഫിനിഷ്. അത് കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു കിഡിലെ ലുക്ക് തന്നെയാണ് നമ്മുടെ ബജാജിൻ്റെ NS400 വരുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ട് സെഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അതിഭീകരമായ ഒരു ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. എസ്പെഷ്യലി Z ഷേപ്പുള്ള വരുന്ന ഒരു 2 DRL ഉണ്ടല്ലോ, അത് നൈറ്റ് ടൈം കാണാൻ ഒരു ആംഗിൾ ലുക്ക്, മോറിലേക്ക് തന്നെ ഒരു ഏലിയൻ കൈൻഡ് ഓഫ് ലുക്കാണ് നമ്മുടെ ഹെഡിൽ വരുന്നത്. ഇതിൽ വരുന്ന ഒരു കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കൊടുക്കാൻ ഈ ഒരു ഹെഡ് ലാംപ്സിന് സാധിക്കുന്നുണ്ട്. ഹെഡിലോട്ട് തന്നെ നമ്മുടെ LED ഇൻഡിക്കേറ്റേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഇത്തവണ ബജാജ് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കാണ്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ടെയിൽ ലൈറ്റ്സ് കാണാമല്ലോ, നമ്മുടെ ബജാജിൻ്റെ പൾസർ ഫാമിലി തന്നെ വരുന്ന പോലത്തെ ഒരു ഡ്യുവൽ സ്ട്രിപ്പ് പോലത്തെ LED ടെയിൽ ലൈറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി LED ആയിട്ടാണ് നമ്മുടെ പുതിയ ബജാജിൻ്റെ NS400 വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു 43 mm USD ഫോക്സ് ആണ് വരുന്നത്. ഒരു ലെസ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ രീതിയാണ് വരുന്നത്. സസ്പെൻഷൻ ഫ്രണ്ട് സൈഡ് കുറച്ചൊന്ന് സ്റ്റിഫോ സൈഡാണ്, എന്ന് വെച്ച് ഡിസ്കംഫോർട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട് ആൻഡ് സ്റ്റെബിലിറ്റിയൊക്കെ കിട്ടുന്ന രീതിയിലാണ് എൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഉള്ളത്. അതേ ടൈം റിയർ സൈഡ് നോക്കുമ്പോൾ ഒരു 6 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കാണ് വരുന്നത്. റിയർ സൈഡ് സസ്പെൻഷൻ കുറച്ചൊന്ന് സോഫ്റ്റ് സൈഡാണ്. അതിനൊരു അഡ്വാൻറ്റേജും ഉണ്ട്, അതേപോലെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് കംഫർട്ടബിൾ ആണ്. ഇതേപോലത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടോടെ തന്നെ പോകാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്ന ഓഫ് കോഴ്സ് ഹൈ സ്പീഡ്സിലാണ്, അതേപോലെ തന്നെ കോർണറിലും. ഈ 2 ഏരിയയിലും വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതാണ് ഈ ഒരു സോഫ്റ്റ് സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ. സസ്പെൻഷൻ വിട്ട് നേരിട്ട് എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എഞ്ചിനായിട്ടുള്ള നമ്മുടെ ഡ്യൂക്ക് 390ലും ഡൊമിന 400ലും കണ്ടുവന്ന സെയിം എഞ്ചിനാണ് നമ്മുടെ ഈ NS400ലും വരുന്നത്. ഒരു 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതിഭീകരമായിട്ടുള്ളൊരു എഞ്ചിനാണ്. അതെ, നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 390 എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആ ബ്രൂട്ടൽ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ഈ NS400ലും വരുന്നത്. പവർ ഫിഗേഴ്സൊക്കെ നോക്കുമ്പോൾ ഒരു 40 ഹോഴ്സ് പവറും ഒരു 35 Nm ഓഫ് ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ്. അത് ഭീകര ഫിഗേഴ്സൊക്കെ തന്നെയാണ്. ഇത് റോഡിൽ എടുക്കുന്ന ടൈമാണ് കൂടുതലും നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ, ഐ മീൻ ഒരു അഡ്രിനൽ റഷൊക്കെ ചുമ്മാ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിമാരക എഞ്ചിൻ തന്നെയാണ്, അതിമാരക എഞ്ചിൻ. ഈ മാരക എഞ്ചിനെ പിടിച്ചു നിർത്താനായിട്ട് ഇത്തവണ നമ്മുടെ ബൈബറയുടെ ബ്രേക്ക് കാലിപ്പേഴ്സ് അല്ല കേട്ടോ, പകരം ഗ്രിമിക്ക എന്ന ബ്രാൻഡിൻ്റെയാണ്. ആക്ച്വലി എനിക്ക് ഈ ബ്രേക്ക് കാലിപ്പേഴ്സിനെ പറ്റി വലിയ അറിവില്ലായിരുന്നു. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത ടൈമാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. അത്യാവശ്യം മോട്ടോർ സ്പോർട്സിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. നമ്മുടെ NS400 വരുന്നത് ഒരു 320 mm ഫ്രണ്ട് ഡിസ്ക്കാണ് വരുന്നത്. ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല ഷാർപ്പാണ്. എന്ന് വെച്ച് നമ്മുടെ 390യുടെ അത്ര ഷാർപ്പ് അല്ലെങ്കിൽ പോലും നമ്മുടെ ഡൊമിനാർ 400നെക്കാട്ടി അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെ NS400 കിട്ടുന്നുണ്ട്. റിയർ സൈഡ് നോക്കുമ്പോൾ ഒരു 230 mm റിയർ ഡിസ്ക്കാണ് വരുന്നത്. ബ്രേക്കിംഗ് കമ്പൈൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. ഗ്രിമിക്ക കാലിപ്പേഴ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ നിന്ന് നേരെ സീറ്റ്സിലോട്ട് നോക്കുമ്പോൾ ഒരു നമ്മുടെ NS200 കാണുന്ന പോലെ തന്നെ ഒരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ്. കംഫർട്ടബിളാണ്. കുറച്ച് ചെറുതായിട്ടും സ്റ്റിഫോ പോലെയാണ് സീറ്റ്സ് ഇരിക്കുന്നത്. എന്നാൽ പോലും അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ കിട്ടുന്നുണ്ട്. ബൈക്കിലോട്ട് കയറിയിട്ടിൻ്റെ സീറ്റായിട്ട് നോക്കാം. സീറ്റായിട്ട് വരുന്ന ലൈക്ക് 807 mm ആണ്. എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട് 2 സൈഡും. ഒരു ഷോർട്ടായിട്ടുള്ള ഒരാളായ പോലും അത്യാവശ്യം നല്ലതായിട്ട് പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നതായിരിക്കും. അവിടെ നിന്ന് നേരെ ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് ഫംഗ്ഷൻ, അതായത് ഡിം, പാസ്, അതെല്ലാം ഇൻറ്റഗ്രേറ്റഡ് സിംഗിൾ സ്വിച്ചിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂക്ക് 390 ഉണ്ടാകുന്ന സിമിലർ ആയിട്ടുള്ളൊരു കീ ഫംഗ്ഷൻസാണ്. ആക്ച്വലി നമ്മുടെ ഈ മീറ്റർ കൺസോൾ ജസ്റ്റ് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾസ് ഉള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ, ഹസാർഡ് ലൈറ്റ്, ഇഗ്നീഷൻ, പിന്നെ നമ്മുടെ ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് ആക്കുന്ന രീതിയിലുള്ളൊരു സ്വിച്ചാണ്, ഐ മീൻ ഹെഡ് ലൈറ്റ്സ്. അവിടെ നേരെ നമ്മൾ മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു LCD മീറ്റർ കൺസോളാണ് വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള മീറ്റർ കൺസോളൊക്കെ തന്നെയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷൻ മീറ്റർ വരുന്നത്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, 12,000 RPM വരെ റെഡ് ലൈൻ സാധിക്കുന്ന ഒരു മീറ്ററാണ്. 4 റൈഡിംഗ് മോഡ് അവൈലബിൾ ആണ്, റോഡ്, സ്പോർട്ട്, റെയിൻ, പിന്നെ ഓഫ് റോഡ്. ഈ ഓഫ് റോഡിൽ കംപ്ലീറ്റ്ലി ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്, പിന്നെ ABS അവൈലബിൾ ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ്. അപ്പോൾ ഇത് 2 കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓഫ് റോഡ് വരുന്നത്. പിന്നെ സ്പോർട്ടിലായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് പവർ എന്ന് പറയുന്ന രീതിക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ
റൈഡ് ബൈ ത്രോട്ടിലായതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ റൈഡിംഗ് മോഡ് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വരുന്നത്. അതേപോലെ തന്നെ ABSൻ്റെ ഒരു ഇൻ്റർവെൻഷനും ഇങ്ങനെ മാറ്റിയാണ് ഈ 3 മോഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പോർട്ടിലായിരിക്കും കംപ്ലീറ്റ് പവർ എന്ന രീതിയിൽ നമ്മുടെ ത്രോട്ടിൽ കൺട്രോൾ അവൈലബിൾ ആണ്. ത്രോട്ടിൽ കുറച്ചുകൂടി നന്ന ഷാർപ്പായിരിക്കും. അതൊക്കെ തന്നെയാണ് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് മീറ്റർ കൺസോളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വെഹിക്കിൾ ഇൻഫോ എടുത്ത് നോക്കിയാൽ കണ്ടല്ലോ, റൈഡ് മോഡിൽ തന്നെ റോഡ്, സ്പോർട്ട്, റെയിൻ, ഓഫ് റോഡ് ഇതിവിടെ തന്നെ കയറി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു USB Type A ചാർജിങ് പോർട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് ഇപ്പോഴത്തെ ബൈക്സിലെല്ലാം കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ബൈക്കിലും വരുന്നത്. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ മീറ്റർ കൺസോളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നേരെ നമ്മുടെ ഫ്യൂൽ ടാങ്കിലോട്ട് നോക്കുമ്പോൾ ഒരു 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്യൂൽ ടാങ്കാണ്. ഒരു ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു 30 to 35 ഒക്കെ കിട്ടും. പിന്നെ ഒരു 390യുടെ എഞ്ചിനാണ്, അതായത് ചാടി നിൽക്കുന്ന ഒരു എഞ്ചിനാണ്. അതിനെ ജസ്റ്റ് ത്രോട്ടിലുകൊണ്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും മൈലേജ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അതൊക്കെ തന്നെയാണ് മൈലേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ. പിന്നെ കാണാൻ സാധിക്കുന്നത് ഇത് NS200 ഏകദേശം അതേപോലത്തെ ഷാസിയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ NS200 ചെറിയൊരു DNA ഒക്കെ നമുക്ക് ഇവിടെ ഇതിലും കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഷേപ്പിലൊക്കെ. പിന്നെ നമ്മുടെ ബോക്സ് ടൈപ്പ് സിംഗമാണ് റിയർ സൈഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് കുറച്ചൊന്ന് ഷോർട്ടറാണ് കേട്ടോ. അത് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിമ്പിളാണ് ബൈക്ക്. അത്യാവശ്യം നല്ല പെപ്പയായിട്ട് നമുക്ക് ഈ സൈഡ് റോഡിലൂടെ ലോ സ്പീഡ്സിൽ പോകാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജ് വരുന്ന ഓഫ്കോഴ്സ് ഹയർ സ്പീഡ്സിലാണ് റിയർ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ഷോർട്ട് വീൽ ബേസ് കൊണ്ടുള്ള. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സായിട്ടൊക്കെ തോന്നിയത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് പോകുന്നതിന് മുന്നേ ചെറിയൊരു എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. കൊള്ളാം, സിംഗിൾ സിലിണ്ടർ ആ റോ ഫീൽ വരുന്ന പോലത്തെ ഒരു എൻജിൻ. ഇവിടെ വൈബ്രേഷൻസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വൈബ്രേഷൻസ് റൈഡിങ് ടൈം അനോയിങ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അത് കംപ്ലീറ്റ്ലി നമ്മുടെ മറക്കുന്ന രീതിയിലാണ് ഈ എക്സോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഷോർട്ട് റൈഡ് പോവാം. ഓക്കെ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ റോഡിലൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ബൈക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ 5th ഗിയറിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോ സ്പീഡ്സ് പിടിച്ച് പോകാൻ സാധിക്കുന്നുണ്ട് വിത്തൗട്ട് ഡോക്കിങ്. ഇതൊന്നും നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ 390 ചെയ്യാൻ കഴിയില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നോക്കിയാൽ ബജാജ് അത്യാവശ്യം നല്ലൊരു ട്യൂണാണ് ഈ ഒരു എഞ്ചിനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടും നമ്മുടെ ഇങ്ങനത്തെ ഒരു റോഡിലൊക്കെ മെയിൻലി നമ്മുടെ ഇന്ത്യൻ റോഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ച് 390യുടെ പെർഫോമൻസ് ഇല്ലെന്നൊന്നും പറയാൻ സാധിക്കില്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, 3rd ഗിയറിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് പുള്ളി ചെയ്ത് പോകുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും ഒന്നും കൊണ്ട് പേടിക്കേണ്ട. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആ 390യുടെ ക്യാരക്ടർ ഉണ്ട്. എന്നാൽ കുറച്ചൊരു ചീത്ത മോശം കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് വെച്ചാൽ നല്ല കാര്യങ്ങൾ മൊത്തത്തിൽ എടുത്ത് നമ്മുടെ NS400 കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ എന്തോ പറയാം, എൻ്റെ ടയേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടയേഴ്സ് ഒരു മോശം കാര്യമാണ് ഇതിൽ തന്നെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോർണറിങ് ടൈം, ടോപ്പ് സ്പീഡ്, പിന്നെ ബ്രേക്കിംഗ് ടൈം, ഈ 3 രീതിയിലും നമുക്ക് ടയേഴ്സ് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ടയേഴ്സിൻ്റെ ഒരു ഗ്രിപ്പ് കുറവുള്ളതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ബ്രേക്കിംഗ് കുറച്ചുകൂടി ഒന്ന് ലോങ്ങർ ആയിട്ട് പോകുന്ന പോലെ. മേ ബി ഇതൊരു ബൈക്ക് വാങ്ങിക്കുന്ന ആൾ ആദ്യം തന്നെ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ടയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം അങ്ങ് മാറ്റി നിർത്താവുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു കോർണറിങ് എടുക്കുന്ന ടൈമാണ് ഇതിൻ്റെ ടയേഴ്സിൻ്റെ പെർഫോമൻസും സോഫ്റ്റ് സസ്പെൻഷൻ്റെ രീതിയും മാറുന്നത്. പിന്നെ ഇതേപോലെ ആൾക്കാരൊക്കെ വന്ന് ഫ്രണ്ടിൽ നിന്ന് കയറുന്ന ടൈമും ബ്രേക്കിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബജാജിന് ഒരു നല്ലതുപോലെ വേറെ ചെയ്യാമായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ബൈക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഗ്രിമിക്കയുടെ ബ്രേക്കിംഗ് കാലിപ്പേഴ്സും അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആ ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് ആ ബ്രേക്ക് പിടിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. എന്നാൽ കൂടി നമ്മുടെ 390 കണ്ടുവന്ന അത്ര ഷാർപ്പല്ല. എന്നാൽ പോലും നമ്മുടെ ഡൊമിനാറിൽ കാണുന്ന അത്ര അല്ല. ഡൊമിനാറിൻ്റെ നമ്മുടെ ഡ്യൂക്ക് 390യുടെ ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയാൻ പറ്റും. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ എക്സോസ്റ്റിനോട്ട് പ്രത്യേകിച്ച് നമ്മുടെ RPM ഒന്ന് കയറി വരുന്ന ടൈം അത് ബൈക്ക് ചാടി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ഫീൽ ചെയ്യിക്കുന്നത്. ഇത് സ്കൂൾ ടൈമാണല്ലേ, സ്കൂൾ വിട്ട ടൈമാണ്. അത്യാവശ്യം കുറച്ചൊന്ന് ട്രാഫിക് കൂടുതലായിരിക്കും. കണ്ടോ,
ഉണ്ടല്ലോ ആ എക്സോസിൻ്റെ സൗണ്ട്, ആ എക്സോസ്റ്റ് കയറി വരുന്ന ടൈം ഒരു പ്രത്യേക സൗണ്ട് തന്നെയാണ് ആ എക്സോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്തുവാ ആ പഴയ Gen 1 390യുടെ ഒരു ഫീലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്സോസ്റ്റ്. പിന്നെ നമ്മുടെ ത്രോട്ടിൽ റിലീസ് ചെയ്യുന്ന ടൈം ചെറിയൊരു ബാക്ക് ഫയറിംഗ് ഒക്കെ വരുന്നത് പോലെ കൊള്ളാം. അത് പ്രത്യേകിച്ച് എഞ്ചിൻ ഹീറ്റായി നിൽക്കുന്ന ടൈമാണ് ആ ഒരു ബാക്ക് ഫയറിങ്ങിൻ്റെ അതും കൂടെ അറിയാൻ പറ്റുന്നത്. പിന്നെ ബൈക്ക് അത്യാവശ്യം നല്ല പെപ്പിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പെർഫോമൻസും പെട്ടെന്ന് തന്നെ 0 to 100 ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡൊമിനാറിനെക്കാട്ടി ലൈക്ക് 13 or 17 സംതിങ് കിലോസ് ലൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിലും അതേപോലെ തന്നെ ടോപ്പ് സ്പീഡിലും അതനുസരിച്ച് ചേഞ്ച് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് നമ്മുടെ NS 400 തന്നെ. ഈ ഒരു പ്രൈസ് പോയിൻ്റ്, അതായത് ഇത്ര കുറഞ്ഞ ഒരു പ്രൈസ് പോയിൻ്റ് ഒരു 400cc എൻജിൻ വെച്ചുള്ള ഒരു ബൈക്ക് ഇറക്കാം വേറെ ഒരു കമ്പനിക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറ്റിയാൽ തന്നെ അത് NS 400 ആകില്ല. കൊള്ളാം. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഫേസ്റ്റ് റൈഡിൽ തന്നെ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ബ്രേക്കിൻ്റെ കാര്യത്തിലായാലും എൻജിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല. ഒരു കാര്യം ഒഴികെ, ഇതിൻ്റെ ടയേഴ്സ് ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ബജാജ് നിന്നിട്ടുണ്ട്. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഇങ്ങനത്തെ ഒരു ഡെഡ് ട്രാഫിക്കിലായപ്പോലും നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ 390 വരുന്ന ഒരു ഡെഡ് ഹീറ്റിംഗ് ഒന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. ഈവൻ ദോ ഇതിൽ പഴയ കൂളിംഗ് മെത്തേഡ് ഒരു ഫ്ലാറ്റ് കൂളർ ടൈപ്പാണ് വെച്ചേക്കുന്നത് പോലും ആ ഒരു ഹീറ്റിംഗ് ഒന്നും പ്രത്യേകിച്ച് നമ്മളെ ബാധിക്കുന്ന രീതിയിലൊന്നും അറിയുന്നില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പുതിയ NS 400. മൈലേജ് ഞാൻ ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു 35 ഒക്കെ മാക്സിമം കിട്ടുന്നതിന്. പിന്നെ ഈ ഒരു ബൈക്ക് പിന്നെ നമ്മൾ ചാടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ത്രോട്ടിൽ അതനുസരിച്ച് കൊടുക്കുന്ന രീതി അനുസരിച്ച് വീണ്ടും മൈലേജ് ഡ്രോപ്പ് ആവുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഇതേപോലെ കാർസൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത് വെക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മതിയോ? നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് മനസ്സിലായിക്കാണ് നമ്മുടെ ബൈക്ക് എങ്ങനെയായിരിക്കും പെർഫോം ഒക്കെ ചെയ്യുന്നതെന്ന് ഒരു ഊഹമെങ്കിലും കിട്ടി കാണുമല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ ടോപ്പ് സ്പീഡ് റണ്ണൊക്കെ ഓൾറെഡി അവൈലബിൾ ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റൈഡ് ഫീൽ മാത്രം പറയാനായിട്ടാണ് വന്ന്. എന്തായാലും അതെനിക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്തു നമ്മുടെ ഈ NS 400 ഓടിച്ചപ്പോൾ. ഓക്കെ, നമുക്ക് ചെറിയൊരു പുള്ള് നോക്കാം. റോഡെത്തി ബമ്പിയാണല്ലോ. അത്യാവശ്യം നല്ല സ്ലിപ്പർ ക്ലച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആ ഡൗൺ ഷിഫ്റ്റിൽ ടയർ ലോക്ക് ചെയ്യാതെ ഫായതിന് രക്ഷപ്പെടുത്തി തന്നു. ടയർ ലോക്ക് ചെയ്താൽ ജസ്റ്റ് സ്കിഡായി വരുന്ന രീതിയൊക്കെ മാറും. അതുകൊണ്ട് സ്ലിപ്പർ ക്ലച്ചും ഉള്ള ഒരു ബൈക്ക് കൂടിയാണ് നമ്മുടെ NSൻ്റെ 400Z. ഈ ഒരു ട്രാഫിക് ഇല്ലായിരുന്നെങ്കിൽ ഈ ബൈക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സമ്മതിക്കത്തില്ല. ലുക്ക് വൈസ് ഇപ്പോഴും ഒരു അറ്റൻഷൻ ഗ്രാബറാണ്. എസ്പെഷ്യലി ആ ഹെഡ്ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കീഴിലൊരു അറ്റൻഷൻ ഗ്രാബറായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ NS 400ൻ്റെ വീഡിയോ. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ. ഇതിൻ്റെ സെയിം എഞ്ചിനുള്ള അടുത്ത ബൈക്ക്.